നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചിക്കൻ ബിരിയാണി തയ്യാറാക്കാം. അപ്പൊ ഇന്നത്തെ ചിക്കൻ ബിരിയാണി എന്ന് പറയുന്നത് സാധാരണ തയ്യാറാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തത കുറച്ച് അധികം ക്വാണ്ടിറ്റി തന്നെ തയ്യാറാക്കുന്നുണ്ട്. 3 കിലോ ചിക്കനും അതുപോലെ 2 കിലോ ബസ്മതി റൈസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബിരിയാണി തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഇങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കിയാലോ. അപ്പൊ കൂടുതൽ ക്വാണ്ടിറ്റി ഒക്കെ തയ്യാറാക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. ഇതിന്റെ ചെറിയ ക്വാണ്ടിറ്റി ഒക്കെ തയ്യാറാക്കുന്ന വീഡിയോ ഒക്കെ മുന്നേ കാണിച്ചിട്ടുണ്ട്. ഇത് കേരള സ്റ്റൈൽ ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയാണ്, അതായത് ദം ബിരിയാണി. അപ്പൊ നമുക്ക് ഇതിങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കിയാലോ. നമുക്കപ്പോ ആദ്യം തന്നെ ഇതിന് വേണ്ട ഗരം മസാല ഒന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പൊ ഗരം മസാല തയ്യാറാക്കുന്ന വീഡിയോ ഒക്കെ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട് കേട്ടോ നിമിഷാസ് കിച്ചണിൽ. കാണുന്നുള്ളവർ കണ്ടു നോക്കാം. ഇനിയിപ്പോ ഞാൻ ഇതിന്റെ അളവുകളൊന്നും പറയുന്നില്ല. ഇതിലിപ്പോ പെരിഞ്ജീരകം ഉണ്ട്. പെരിഞ്ജീരകം ഏറ്റവും കൂടുതൽ ഗരം മസാലയിൽ ഉപയോഗിക്കാം. അതുപോലെ കറുകപ്പട്ട എടുത്തിട്ടുണ്ട്, ഏലക്കായ, ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം ജാതിപത്രി, പിന്നെ അതുപോലെ ഒരു ജാതിക്കയുടെ ഒരു 1/4 ഭാഗത്തോളം അളവില്, അതായത് ജാതിക്ക അതാണ് എടുത്തിരിക്കുന്നത്. ജാതിക്കയുടെ കുരുവിന്റെ ഉള്ളിലത്തെ ഒരു ഭാഗം ഉണ്ടാവും. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടു നോക്കാം. ഇനി നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോ സെപ്പറേറ്റ് റോസ്റ്റ് ചെയ്യില്ല, സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം, അതായിരിക്കും കൂടുതൽ നല്ലത്. ഓരോന്നിന്റെയും റോസ്റ്റിംഗ് ടൈം വ്യത്യാസമല്ലോ. അപ്പൊ ഇത് മുഴുവനായിട്ട് ഒരുമിച്ചിട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഞാനിവിടെ ഒരു പാൻ ഇട്ടിട്ട് പാൻ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഈ ഗരം മസാല മുഴുവൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊരു ലോ ടു മീഡിയം ഫ്ലെയിം വെച്ചിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിന്റെ പച്ചമുളക് മാറി വരണം, അത്രേ തന്നെയുള്ളൂ. ഇപ്പൊ കണ്ടില്ലേ കറക്റ്റ് ആയിട്ട് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് പൊടിച്ചെടുക്കാം. അതായത് ഒരുപാട് ഫൈൻ ആയിട്ടുള്ള പൗഡർ ആയിട്ട് വേണ്ട, ചെറിയ തരികളോട് കൂടി തന്നെ പൊടിച്ചെടുത്താൽ മതി. നമുക്കപ്പോ ബിരിയാണിക്ക് വേണ്ടുള്ള പുതിനയുള്ള പൊട്ടിച്ചാലോ. ഇവിടെ ഒരുപാട് പുതിനയുണ്ട്. അപ്പൊ നല്ല ഫ്രഷ് ആയിട്ടുള്ള പുതിനയെല്ലാം ചേർക്കുമ്പോൾ കൂടുതൽ ഫ്ലേവറോട് കൂടി തന്നെ വരുമല്ലോ ബിരിയാണി. ബിരിയാണിക്ക് എന്നല്ല എന്ത് റെസിപ്പീസിലാണെന്നുണ്ടെങ്കിലും പുതിനല മല്ലിയിലൊക്കെ ചേർക്കുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ളത് ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ നന്നായിട്ട് തന്നെ വരും. പുതിനല റെഡി ആയിട്ടുണ്ട്, നല്ല ഫ്രഷ് ആയിട്ടുള്ള പുതിനല. പിന്നെ നമുക്ക് ഇഞ്ചി വേണമെന്നുണ്ടെങ്കിൽ പറിക്കാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ആവശ്യമാണല്ലോ. ഇങ്ങനെ ഒന്ന് വലിച്ചോ പോരെ. ഇഞ്ചി നമുക്ക് പറിച്ചു നോക്കാട്ടോ. വീണ്ടും കുഴിച്ചിടോ പറഞ്ഞു പറിച്ചോക്കടാ. ഇതാവോ? ഇതിലുണ്ട്. ഇതിപ്പോ പറിച്ചപ്പോ ഇഞ്ചി ഇതിൽ കണ്ടില്ലേ വലുതായി വരുന്നുള്ളൂ. ഇത് റെഡ് ജിഞ്ചറാണ്, ഇന്തോനേഷ്യൻ ജിഞ്ചറാണ്. ഇതിന് ഫ്ലേവർ കൂടുതലായിരിക്കും. നമുക്ക് പറമ്പിൽ പോയിട്ട് പറിക്കാം, അവിടെ ഉണ്ടാവും. അത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളൊന്നല്ല, എന്നാലും നോക്കാം, ട്രൈ ചെയ്യാം. ഇതുകൊണ്ടാണോ അമ്മ പറിക്കുക? അതാ ഇതിൽ ഇഞ്ചി ഉണ്ട്, കണ്ടില്ലേ? റെഡ് കളറുള്ള ജിഞ്ചറാണത്. ഇതിന് ഫ്ലേവർ കൂടുതലാണ്. കുറച്ചിട്ടാൽ മതി സാധാരണ ഇഞ്ചിനേക്കാളും. ഇനി നമുക്ക് പച്ചമുളക് പൊട്ടിക്കാം ബിരിയാണി. കണ്ടില്ലേ ഇവിടെ ഇഷ്ടം പോലെ പഴുത്ത് നിൽക്കുന്നുണ്ട്. നമുക്ക് പച്ച മതി, പഴുത്തത് വേണ്ട. പഴുത്തതായി കഴിഞ്ഞാൽ കുറച്ചും കൂടി എരിവ് കൂടുന്നു തോന്നുന്നു. ഇത് നല്ല നാടൻ മുളകാ. കുറച്ച് മതി, കുറച്ചിട്ടാലും നല്ല എരിവായിരിക്കും ഇത്. നമ്മൾ പൊട്ടിച്ച റെഡ് കളറിലുള്ള ഇഞ്ചിയാണത്. ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് ചതച്ചെടുക്കാം. അപ്പോൾ കണ്ടില്ലേ നമ്മൾ പൊട്ടിച്ചെടുത്ത ഐറ്റംസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് ഗരം മസാല തണുത്ത് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഗരം മസാല നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്, പൊടിച്ചുകൊണ്ടിരിക്കാം കേട്ടോ. ഗരം മസാല റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ? ഇത് നമുക്ക് തുടങ്ങാം ഓരോ കാര്യങ്ങൾ. ഇതിപ്പോൾ നോർമൽ ഗരം മസാലയുടെ രീതിയിൽ തന്നെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ ബിരിയാണി മസാല എന്നുള്ള ഒരു രീതിയിൽ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ തയ്യാറാക്കാം. പക്ഷെ ഇതാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. ആ ഒരു മസാലയുടെ ഒരു കുത്ത് കാര്യങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് ഇതിന് വേണ്ട ബസ്മതി റൈസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. അത് 1/2 മണിക്കൂർ സമയം വെള്ളത്തിൽ നന്നായിട്ട് കുതിർത്തിയെടുത്തു കഴുകിയതിന് ശേഷം. അതിനുശേഷം വെള്ളം നന്നായിട്ട് ഒരു വലിയ പാത്രത്തിൽ കുറച്ചധികം വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. 10 മീഡിയം സൈസിലുള്ള കറുകപ്പട്ട, അതുപോലെ ഇതിലേക്ക് ഒരു 15 ഗ്രാമ്പു, ഒരു 20 ഏലക്കായാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ അരി കൂടി സോക്ക് ചെയ്തത് ഡ്രെയിൻ ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി ഒരുമിച്ച് തന്നെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന്
ഒന്ന് നന്നായിട്ട് കുക്കായിട്ട് വരട്ടെ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പിന്റെ ഒരു അളവ് എന്ന് പറയുന്നത് വെള്ളം ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം. അപ്പോഴായിരിക്കും ബിരിയാണിയിൽ, അതായത് റൈസിൽ പെർഫെക്റ്റ് ആയിട്ട് ഉപ്പ് ഉണ്ടാവുള്ളൂ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മാക്സിമം ഒരു 15 മിനിറ്റ് ഒക്കെ മതിയാവട്ടെ റൈസ് കുക്കായിട്ട് വരാൻ. പിന്നെ ദമ്മാവുന്ന സമയത്ത് ബാക്കി കുക്കായിട്ട് തന്നെ വന്നോളും. ഇപ്പോൾ റൈസ് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഊറ്റി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. വെള്ളം നന്നായിട്ട് തന്നെ പോകണം. ബാക്കി ദം ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് തന്നെ റെഡി ആയിട്ട് വന്നോളൂ. കണ്ടില്ലേ, 1/4 ഭാഗത്തോളം 75% ആണ് ഇത് കുക്കായിട്ട് വന്നിട്ടുള്ളത്. ഞാനിതിന് വേണ്ടി എടുത്തിരിക്കുന്നത് ഇന്ത്യ ഗേറ്റിന്റെ ലോങ് ഗ്രെയിൻ റൈസ് ആണ്. 2 കിലോ ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇപ്പൊ റൈസ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ചിക്കനിന് വേണ്ടിയിട്ട് നമുക്ക് 3 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. 3 കിലോ ചിക്കനാണ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് എടുക്കുന്നത്. അപ്പൊ കൂടുതൽ സമയം മാരിനേറ്റ് ചെയ്ത് വെക്കണമെങ്കിൽ കൂടുതൽ നന്നായിട്ട് തന്നെ വരും. നമുക്ക് ഇതിലേക്ക് ആവശ്യം തൈരാണ്. 3 ടേബിൾ സ്പൂൺ തൈരാണ് 3 കിലോ ചിക്കനിന് വേണ്ടിയിട്ട് ആവശ്യം. 3 ടേബിൾ സ്പൂൺ തൈര് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. വേണ്ടിട്ട് ഉപയോഗിക്കുന്നത് ഒരുപാട് പുളിയാകുമ്പോ നന്നായിട്ട് വരില്ല. ഇനി ഇതിലേക്ക് നമുക്കൊരു 1.5 ടീസ്പൂൺ അളവില് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 3 ടീസ്പൂൺ അളവില് മുളക് പൊടി. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് ഗരം മസാലയാണ്. 3 ടീസ്പൂൺ അളവിലാണ് ഗരം മസാല ഇതിലേക്ക് വേണ്ടിയിട്ട് ആവശ്യം. അതായത് 1 ടേബിൾ സ്പൂൺ അളവില്. 3 കിലോ ചിക്കൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഗരം മസാല വേണമല്ലോ. ഇതെല്ലാം കൂടി നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ച് കൂടുതൽ സമയം ഇരിക്കണമെങ്കിൽ കൂടുതൽ നന്നായിട്ട് വരും കേട്ടോ. അപ്പൊ ഞാൻ ചിക്കൻ വലിയ പീസസ് ആണ് എടുത്തിരിക്കുന്നത്. ഒരു മീഡിയം സൈസിലുള്ള ചിക്കൻ പീസസ്. ഒരുപാട് നന്നായിട്ട് വരില്ല. അപ്പൊ ഇത് ഇതുപോലെ ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഉള്ളിലൊക്കെ മസാല കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പിടിച്ചിട്ടും നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടി ആവുന്ന ഒരു രീതിയിൽ. ഇനി ഇതിലേക്ക് നമുക്കൊരു 1.5 ടീസ്പൂണോളം അളവിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. സ്പൈസികളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ ചെയ്യാട്ടോ. പിന്നെ മസാലയിൽ നമ്മൾ കൂടുതൽ സ്പൈസസ് ചേർക്കുമല്ലോ. ഞാൻ നേരത്തെ ഇതിലേക്ക് ഇട്ട് കൊടുത്തത് എരിവുള്ള മുളക് പൊടി ആയിരുന്നു. അപ്പൊ കുറച്ച് കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, കളറിന് വേണ്ടിയിട്ട് മാത്രം. 2 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ട സവോളയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സവോള, കാഷ്നട്ട്, കിസ്മിസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റെഡിയാക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സവോളയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇതിപ്പോ വെജിറ്റബിൾ ഓയിലാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കാഷ്നട്ട് ഇട്ട് കൊടുക്കാം ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. ഞാനൊരു 3 പിടിയോളം കാഷ്നട്ടാണ് ഇപ്പൊ ഇതിലേക്ക് ഇടുന്നത്. കാഷ്നട്ടിനൊന്നും പിന്നെ അളവില്ല, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര ആണെങ്കിലും ഇടാം. ഇപ്പോൾ കാഷ്നട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ആവശ്യത്തിന് തന്നെ. ഇനി ഇതിലേക്ക് നമുക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ബ്ലാക്ക് കിസ്മിസ് ആണ് കിട്ടിയത്. അപ്പൊ മറ്റേതുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. ഇതിപ്പോൾ സീഡ്ലെസ് തന്നെ കുഴപ്പമൊന്നുമില്ല. ഇത് ഞാൻ ഏകദേശം ഒരു 3 പിടിയോളം ഇട്ട് കൊടുക്കുന്നത്. ഇനി കിസ്മിസ് ഒന്ന് വേർത്ത് വരുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. ഓവറായിട്ട് കാഷ്നട്ട് ഒന്നും ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ കറക്റ്റായിട്ട് വേർത്ത് വന്നിട്ടുണ്ട്. ഇത് മതി. ഞാൻ ഇനിയിപ്പോൾ കോരി മാറ്റിയാണ്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സെയിം എണ്ണയിലേക്ക് തന്നെ സവാള ഇട്ടിട്ട് ഫ്രൈ ചെയ്യാം. സവാള നീളത്തിൽ മുറിച്ചത് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കൂടുതൽ എണ്ണ ഒഴിക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് വരും. ഇതിലിപ്പോൾ ആവശ്യത്തിനുണ്ട്. ഞാനിപ്പോൾ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഒരു 18 മീഡിയം സൈസിലുള്ള സവോളയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഇത് നല്ല ഗോൾഡൻ ഷെയ്ഡ് ആവണ വരെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരട്ടെ. കുറച്ച് സമയം എടുക്കുന്നത് ഫ്രൈ ആയിട്ട് വരാൻ. അപ്പോൾ തിരക്കുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ എണ്ണ ഒഴിച്ചാൽ മതി. പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് വന്നോളൂ. നല്ല കനം കുറച്ച് തന്നെ മുറിച്ചെടുക്കാം. ഈ സവോളയിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയുള്ള റൈത്ത തയ്യാറാക്കാം. റൈത്ത, സാലഡ്, കച്ചമ്പർ എന്നൊക്കെ പറയും പല സ്ഥലങ്ങളിൽ. ഞാനിവിടെ ഇപ്പോൾ 2 ലിറ്റർ തൈര് എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുകയിലേക്ക്. വെജിറ്റബിൾസ് ഒക്കെ ചേർത്തിട്ട് വെള്ളം ഒഴിച്ചാൽ മതി. കാരണം തക്കാളി സവോളയൊക്കെ ചേർക്കുമ്പോൾ കുറച്ച് വെള്ളമായിട്ട് വരുമല്ലോ. ഇതിലേക്ക് വേണ്ടിയിട്ട് തക്കാളി എടുത്തിട്ടുണ്ട്. 2 തക്കാളിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. പിന്നെ 2 സവോള മുറിച്ചത് എടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളായിട്ട്.
പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് പച്ചമുളക് മുറിച്ചിട്ട് കൊടുക്കുക. ഇതിപ്പോൾ നല്ല എരിവുള്ള പച്ചമുളക് ഇത് തന്നെ കുറച്ച് ഇട്ട് വയ്ക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് കുറച്ച് ഇഞ്ചി ചതച്ചത് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നമുക്ക് ഈ തൈരിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണതിലേക്ക്. ഇതിപ്പോൾ നല്ല തിക്കായിട്ടിരിക്കണത്. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ചിക്കൻ പീസസ് ഓരോന്നിട്ട് എടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ സവാള ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം കേട്ടോ. ഇനി ഇരുന്ന് കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് കളർ ചേഞ്ച് ആയിട്ട് വന്നോളും. ഒരുപാട് കളർ ചേഞ്ച് ആവാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് കോരി മാറ്റാം. അത് ഇരിക്കുമ്പോൾ ഒന്നും കൂടി ക്രിസ്പി ആയിട്ട് നല്ല ഗോൾഡൻ ഷെയ്ഡിലേക്ക് വന്നോളും. ഇപ്പോൾ ഈ ഒരു എണ്ണ മുഴുവൻ വേണ്ട കേട്ടോ, കുറച്ച് മാറ്റി വയ്ക്കാണ്. ഇനി ചിക്കൻ മസാല തയ്യാറാക്കാം ബിരിയാണിക്ക് വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് നെയ്യ് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൽ നെയ്യും എണ്ണയും കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെ തയ്യാറാക്കാം. ഇവിടെ ഇപ്പോൾ ആർക്കും നെയ്യ് വലിയ താല്പര്യമില്ല, അങ്ങനെ നെയ്യ് ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് നമുക്ക് സവാള മുറിച്ചിട്ട് കൊടുക്കാം. നീളത്തിൽ കനം കുറച്ച് മുറിച്ച 1.5 കിലോ സവാളയാണ് ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. സവാള ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 2 അടുപ്പിലാണ് തയ്യാറാക്കുന്നത്. ഒരു ഉരുളിയിൽ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്, മറ്റേതിൽ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇത്ര അളവിൽ എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ചെറിയുള്ളിയാണ്. ചെറിയുള്ളി കൂടി ഇട്ട് കൊടുക്കുക. ചെറിയുള്ളി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ബിരിയാണി കൂടുതൽ ടേസ്റ്റി ആയിട്ട് മാറും. ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളിയാണ് ഇട്ട് കൊടുക്കണത് കേട്ടോ. ചെറിയുള്ളി ഒന്ന് മുറിച്ചിട്ടിട്ട് കൊടുക്കാം. ഇതിന് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. ഇപ്പം കണ്ടില്ലേ, സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ലൊരു ബ്രൗൺ ഷെയ്ഡായിട്ട് വരണം. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇടണത്. കൂടുതൽ സ്പൈസി ആവണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇവിടെ ഇപ്പോൾ ഒരുപാട് സ്പൈസി ആവണ്ട. 1 ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി എല്ലാം കൂടി നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. പൊടികളുടെ പച്ചമണം നന്നായിട്ടൊന്ന് മാറി വരണം. ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല എരിവുള്ള പച്ചമുളക്. പൊടികളുടെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 6 നല്ല പഴുത്ത ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയാണ് ഇട്ട് കൊടുക്കണം. ഇനി തക്കാളി നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരണം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നേരത്തെ ഉരുളിയിൽ വെച്ചിട്ടായിരുന്നു ഫ്രൈ ചെയ്യണ്ടായിരുന്നത്, പക്ഷെ അവിടെ ഒരുപാട് സമയം എടുക്കുന്നു. അപ്പോൾ പിന്നെ ഇവിടെ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചതാണ്. ഇപ്പോൾ തക്കാളി ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്കിതിലേക്ക് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു 3/4 കപ്പോളം അളവിൽ പുതിനയില മുറിച്ചത് ഇട്ട് കൊടുക്കണം. അതുപോലെ മല്ലിയില മുറിച്ചത് 3/4 കപ്പോളം അളവിൽ കേട്ടോ. അതായത് 2 വലിയ പിടി അത്ര തന്നെ ഇട്ടിട്ടുണ്ട്. ബിരിയാണിയുടെ ഒരു മെയിനായിട്ടുള്ള ഫ്ലേവർ എന്ന് പറയുന്നത് മല്ലിയിലും പുതിനയിലൊക്കെ തന്നെയാണല്ലോ. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 6 ടേബിൾ സ്പൂൺ തൈര് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവോള, കാഷ്യൂനട്ട്, കിസ്മിസ് എല്ലാം ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. സവോള, കാഷ്യൂനട്ട്, കിസ്മിസ് എല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ.
പിന്നെ ഇതിലേക്ക് നമുക്കൊരു 1.5 ടേബിൾ സ്പൂണോളം അളവിൽ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്, പിന്നെ അവസാനം നോക്കിയിട്ട് നമുക്ക് ചേർക്കാം. ഇതിപ്പോൾ എല്ലാം കൂടി ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇത് മതി. ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. ഭയങ്കര ഡ്രൈ ആയിട്ട് മാറുമല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് മതി, ഒരുപാട് വെള്ളം. കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ നമുക്ക്. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് സമയം ഈ മസാലയായിട്ട് കിടന്ന് യോജിച്ച് വരണം. അപ്പോഴായിരിക്കും ചിക്കനിലെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു വരാം. ബാക്കിയുള്ള ഗരം മസാല കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് 1/2 ടേബിൾ സ്പൂൺ അളവിൽ. ഇനി നമുക്കിത് ദം ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ ഈ ഉരുളിലേക്ക് ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് ലെയർ ചിക്കൻ ഇട്ടു ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിടാം. അതിനുശേഷം ഇതിന്റെ മുകളിൽ നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ചിക്കൻ ഇടാം, വീണ്ടും റൈസ്, അങ്ങനെ ലെയർ ചെയ്യാം. ഇനി ഇതിൽ നമുക്ക് ലെയറിന് വേണ്ടിയിട്ട് സവാള ഫ്രൈ ചെയ്തത്, കാഷ്നട്ട്, കിസ്മിസ് ഇതെല്ലാം ഇതിലിട്ട് കൊടുക്കുക. കുറച്ച് നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഗരം മസാല ഇതിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിൽ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ റൈസ് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അവസാനത്തെ ലെയറല്ലേ, നെയ്യ് വേണമെങ്കിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അതുപോലെ സവാള ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുക്കാം. മല്ലിയില, പുതിനയില ഇട്ട് കൊടുക്കാം. കുറച്ച് ഗരം മസാല കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കളർ വേണമെങ്കിൽ സാഫ്രോൺ അല്ലെങ്കിൽ കുങ്കുമപ്പൂ പാലിൽ മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ അത് ചേർക്കാം. ഞാനിപ്പോൾ ഒന്നും ചേർക്കില്ല. ഇനി ദം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു അലുമിനിയം ഫോയിൽ പേപ്പറാണ് എടുത്തിട്ടാണ് കവർ ചെയ്യണത് കേട്ടോ. അലുമിനിയം ഫോയിൽ പേപ്പർ എടുത്തിട്ട് കവർ ചെയ്യണം. ഇത് നമുക്ക് ദം ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് 1/2 മണിക്കൂറാണ് ദം ചെയ്തെടുക്കേണ്ടത്. ഇതിപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് ബിരിയാണി? ബിരിയാണി സൂപ്പർ. മെയിനായിട്ട് ഇതിൽ പറയാന്ന് വെച്ചാൽ മസാലയുടെ ഓവർക്കിട്ടില്ല. നമ്മളൊരു സാധനം പുറത്തുനിന്ന് പോകുമ്പോൾ മസാല ഭയങ്കരമായിട്ടുണ്ടാവും, മട്ടിപ്പ് വരും. ഇത് മട്ടിപ്പൊന്നുമില്ല. കുറെ കഴിച്ചു പോകും, നല്ല അടിപൊളിയുണ്ട്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഫോളോ ചെയ്യും. ഇടും. താങ്ക് യു. വിനീത എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് ബിരിയാണി? എങ്ങനെയുണ്ട് അച്ഛൻ? വൈഷ്ണവ് ബിരിയാണി എങ്ങനെയുണ്ട്? നന്ദു എങ്ങനെയുണ്ട് ബിരിയാണി? ഗുഡാ.